നമ്മുടെ നാട്ടിൽ ഭരണകൂടത്തോട് വളരെ അടുത്തു നിൽക്കുന്ന, ആ ഭരണകൂടത്തിന്റെ എല്ലാവിധ ഒത്താശകളും സാമ്പത്തികമായിട്ടുള്ള എല്ലാവിധ സഹായങ്ങളും എല്ലാ ഭൗതികമായിട്ടുള്ള അനുകൂല ഘടകങ്ങളും ഉള്ള ഒരു പശ്ചാത്തലത്തിൽ അതെല്ലാം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ആസിർ എന്ന് പറഞ്ഞ ആ ഒരു പിതാവ് സ്വന്തം പുത്രന്റെ ഉപദേശ നിർദ്ദേശങ്ങൾ കേൾക്കണമെങ്കിൽ എത്രമാത്രം ഉന്നതമായ തലത്തിലേക്ക് അദ്ദേഹം എത്തേണ്ടി വരും എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഭൗതികമായ പല കാര്യങ്ങളും ഉപേക്ഷിച്ചിട്ട് സമ്പൂർണമായും ദീനിലേക്ക് വരാൻ കഴിയുന്നില്ല എങ്കിൽ, അതിന്റെ സമ്പത്താണ് കാരണമെങ്കിൽ, ഞാൻ ഭയങ്കര കച്ചവട തിരക്കിലാണ്. അള്ളാഹുവിനെ കുറിച്ചൊന്നും അറിയാൻ തൽക്കാലം എനിക്ക് സമയമില്ല. നേരെ ചൊവ്വയെ ഖുർആൻ എന്ന് പാരായണം ചെയ്യാൻ പോലും എന്നെ കൊണ്ട് കഴിയില്ല. എന്നാലും ഞാൻ ഭയങ്കര കച്ചവട തിരക്കിലാണ്. കാരണം ഞാൻ എൻ്റെ പ്രശ്നമാണ്, എൻ്റെ ഭൗതികതയാണ് എൻ്റെ പ്രശ്നം. ഈ വിഷയത്തിൽ നോക്കിക്കാണുന്ന ഒരു വ്യക്തിയും അതുപോലെ തന്നെ ആസിർ എന്ന് പറയുന്ന ഈ ഭരണകൂടത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഉന്നത സ്ഥാനീയനായ ഒരു വ്യക്തിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ വാദങ്ങളെ എങ്ങാനും ശരിവെച്ചാൽ, ആ ഉപദേശങ്ങളെ എങ്ങാനും സ്വീകരിച്ചാൽ, അതോടുകൂടി തന്റെ കൊട്ടാരത്തിലുള്ള ഉന്നതമായ പദവി രാജിവെക്കുകയും അതുപോലെ തന്നെ രാജാവ് എന്ത് ശിക്ഷയാണോ നൽകുന്നത് ആ ശിക്ഷയൊക്കെ ഏറ്റെടുക്കാൻ തയ്യാറാകേണ്ടിയും വരും. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. ആസിർ എന്ന് പറയുന്ന പിതാവിനെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ ഭൗതികമായ വശങ്ങളെ നമ്മളൊന്ന് വിലയിരുത്തി നോക്കുക. എന്നിട്ട് നമ്മൾ പറയുമോ ആസിർ എല്ലാം ഉപേക്ഷിച്ചിട്ട് അവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ നിർദ്ദേശങ്ങളെ താങ്കൾ കൈക്കൊള്ളേണ്ടതുണ്ട് എന്ന് പറയാനുള്ള യോഗ്യത ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എനിക്കുണ്ടോ എന്നുള്ളതാണ്. ആസിർ തിരിച്ച് കുറച്ച് ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചാലോ, അല്ല ഇതൊക്കെ പറയാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണുള്ളത് എന്നോട് ചോദിച്ചാൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന ഇന്ന രംഗങ്ങളിൽ നിങ്ങൾ തികച്ചും ഒരു ഭൗതികനാകുന്നത് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. അവിടെ ദീനും ഈ പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അല്ലാഹു സുബ്ഹാനഹു തആലയ്ക്ക് തൽക്കാലം താങ്കൾ പലപ്പോഴും മാറ്റി നിർത്തുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. വളരെ സമർത്ഥമായി വാദിച്ചുകൊണ്ട് താങ്കൾ പലപ്പോഴും ദുനിയാവിന്റെ ഉള്ളറകളിലേക്ക് പലപ്പോഴും ഒതുങ്ങിക്കൂടുന്നത് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ എന്ന് ആസിർ എന്നോട് ചോദിച്ചാൽ തിരിച്ച് ഞാൻ എന്ത് മറുപടി പറയും എന്നുള്ളതാണ്.